ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലെ ദുഹൈലാണ്. ഇവിടെ ഖത്തർ ഹോം ഹോസ്പിറ്റാലിറ്റി നേരിട്ട് കണ്ടറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് എന്നോട് ക്ഷണിച്ചിരിക്കുന്നത് മുഹമ്മദ് അലി അൽ ഗഹ്താനി. ഇദ്ദേഹത്തിൻ്റെ മജ്ലിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഖത്തറിൻ്റെ മജ്ലിസ്, അതായത് ഖത്തറിലെ ഒരു ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തർ ഹോം ഹോസ്പിറ്റാലിറ്റി എന്ന പേജിന്റെ ഒഫീഷ്യൽ ലോഗോയാണ്, ഇദ്ദേഹത്തിന്റെ ലോഗോയാണിത്. പിന്നെ ഇവിടെയൊക്കെ കാലിഗ്രഫിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇരിക്കുന്നതാണ് മജ്ലിസ്. ഇവിടെ 24 മണിക്കൂറും ഇത് ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കും, ആഴ്ചയിൽ 7 ദിവസവും. ഇതാണ് ഇവിടെ ഒരു ടേബിളിന്റെ ഒരു ഡിസൈൻ വരുന്നത്. വെള്ളം ഉണ്ടാവും, ചെറിയൊരു കടി ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ അകത്ത് ഈത്തപ്പഴം ഉണ്ടാവും, ടിഷ്യൂ ഉണ്ടാവും, അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ കുരുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈത്തപ്പഴത്തിന് കുരുവിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാത്രം ഉണ്ടാവും. ഇത് 24 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസവും റെഡിയായിരിക്കും. ഇതാണ് മദ്ഖൻ. ഒരു ഖത്തറി വീട്ടിലോട്ടേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഊതാണ്. അതേപോലെ ഇതും മദ്ഖനാണ്, പക്ഷെ ഇതിൻ്റെ അകത്തുള്ളത് ബഹൂറാണ്. ഈ കാണുന്നതാണ് ബഹൂർ. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പള്ളികളിലൊക്കെ കാണുന്നതാണിത്. കണ്ടോ, ഇതാണ് ബഹൂർ. ഇത് ഇവിടെ 3 ഉണ്ട്. 3നും 3 ടൈപ്പ് സ്മെല്ലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റക്കിയ എന്ന് പറഞ്ഞ ഈ ഒരു ടൈപ്പ് ബഹൂറാണ്. കണ്ടോ, ഇതാണ് ഈ സംഭവം. അത് ഇതിൻ്റെ മുകളിലോട്ടേക്കാണ് ഈ ഒരു ഇവിടെ ചാർക്കോളിൻ്റെ മുകളിലോട്ടേക്ക് അത് ലേശം അങ്ങ് ഇടും, വിരൽ കൊണ്ട് തന്നെ ഇടും. ഇത് ഒരിക്കലും ഇവിടെ വരുന്ന ഗസ്റ്റ് ഈ ഒരു സംഭവം, ഈ മദ്ഖൻ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ കാണാൻ പാടില്ല. ഇതാണ് ദുവാ, ഇതാണ് ബെല്ല. ഇത് ഗഹവക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പരിപാടികൾക്കെല്ലാം പോകുന്ന ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരു ചില ഈവെന്റുകളൊക്കെ പോകുമ്പോൾ അവിടെ ഇതേപോലത്തെ സെറ്റപ്പിൽ ഗഹവ റെഡിയാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. സോ ഇതിനാണ് പ്രിപ്പറേഷൻ വരുന്നത്. ഇതാണ് സെർവിങ് വരുന്നത്. കപ്പിലാണ് ഒരു ഗഹവ സെർവ് ചെയ്യുക. ഈ പ്യുർ വൈറ്റ് ആണ് ഇവർ പുരുഷന്മാർ പ്രിഫർ ചെയ്യുന്നത്. ഇത് ഈ ഒരു ഡിസൈനിലൊക്കെ വരുന്നത് ലേഡീസാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇത് എപ്പോഴും നമ്മൾ റൈറ്റ് ഹാൻഡോടെ നമ്മൾ കൊടുക്കുക, അത് ഇടത്തെ കൈ കൊണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കുക. അത് നമ്മൾ മേടിക്കുന്നതും നമ്മൾ ഇടത്തെ ഇങ്ങനെ കൊണ്ടായിരിക്കണം. റൈറ്റ് ഹാൻഡ് കൊടുക്കുകയും ചെയ്യും, അതേപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ മേടിക്കുകയും ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ആ ഒരു ഡീറ്റെയിൽസ്, പെർഫെക്ഷൻ ടു ഡീറ്റെയിൽസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഓരോന്നും അവർ ശ്രദ്ധിക്കും. ഇതുണ്ടല്ലേ, ഇതാണ് ക്യാമൽ മിൽക്ക് സോപ്പ്. അപ്പോൾ സാധാ സോപ്പ് തന്നെയാണ്. ഇത് പല ഫ്ലേവേഴ്സിൽ വരും. വേണ്ട, പല ഫ്ലേവേഴ്സിൽ വരും. പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിന് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ സാധനം. പക്ഷേ ഇത് ഇവർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സോപ്പാണ്, ക്യാമൽ സോപ്പ്. ഈ ഒരു ഡ്രസ്സാണ് ഇവർ തണുപ്പ് കാലത്ത് ഇടാൻ ഖത്തറികൾ. ഇത് ഖത്തറിൽ ചില ട്രൈബ്സ് മാത്രമാണ് ഈ ഒരു സാധനം യൂസ് ചെയ്ത്. ജംബിയ എന്ന് പറയും. ഇത് പൊതുവെ നമ്മൾ കണ്ടിരിക്കുന്നത് ഒമാനി കൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇത് ജംബിയ എന്ന് പറയാം. ഇത് ഇങ്ങനെ എടുക്കാം. ഇത് നല്ലൊരു മൂർച്ചയായ കത്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് രക്തം വീണ് കഴിഞ്ഞാൽ, അതായത് രക്തത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാംസത്തിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്ത ഉടനെ തന്നെ കംപ്ലീറ്റ് രക്തം ഇരുന്ന് ഒലിച്ചങ്ങ് പോകും. ഇതിപ്പം ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അതിന് മൂർച്ച കുറച്ചിട്ടുള്ളത്. പക്ഷേ ഇതും അതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ തന്നെയാണ്. ഇത് സാധാരണ വാൾ തന്നെയാണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പാമ്പിൻ്റെ തൊലി കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാമ്പിൻ്റെ തൊലി. ഇത് സിൽവറാണ്, ഒറിജിനൽ സിൽവറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പൊതുവേ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഡാൻസിൽ, അതായത് സെലിബ്രേഷൻ ഒക്കെയാണ് ഇത് യൂസ് ചെയ്യാറ്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു വാൾ യൂസ് ചെയ്യാറ്. പൊതുവെ റോമൻസിൻ്റെ ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് സ്ട്രെയിറ്റ് ആണ്, പക്ഷെ അറബ്സിൻ്റെത് താഴെ ഒരു ഡിസൈനിൽ വരാം. നമ്മളിത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് പിടിക്കേണ്ടത്. ഇത് എപ്പോഴും മുകളിലായിരിക്കണം വാള്, അല്ലെങ്കിൽ താഴോട്ട് വീഴാനും പരിക്ക് പറ്റാനും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷനിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനിൽ വരുന്ന ആൾക്കാർക്ക് പരിക്കേൽക്കാനും ചാൻസ്. പ്രത്യേകിച്ച് ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ ഇത് വീണ് പോകാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ചില വാളുകളിലാണ് ഇങ്ങനെ ഉണ്ടാകുക. പൊതുവെ ഗിഫ്റ്റെല്ലാം കൊടുക്കുന്ന വാളുകൾ പേരൊക്കെ എഴുതി കൊടുക്കും. ഇത് സിൽവറാണ്.
തിരിച്ചിടാൻ ഇച്ചിരി പ്രയാസം കേട്ടോ, പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ. അത്യാവശ്യം ഭാരമുണ്ട് ഇത്. പിന്നെ ഈ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഇതൊരു തണുപ്പാലത്ത് ഇടുന്ന വേഷമാണ്. ഇത് നമ്മളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം, ഷോൾ എന്ന് പറയാം. ബാക്കിയെല്ലാം ബേസിക്കലി സെയിം ആണ്, കളറിലാണ് വ്യത്യാസം വരുന്നത് ഈ ഒരു തണുപ്പാലത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കട്ടിയാണ് തുണി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഖത്തർ ഹോം ഹോസ്പിറ്റൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി അദ്ദേഹത്തെ ഫോളോ ചെയ്യാം, അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാം. ഇദ്ദേഹം നിങ്ങൾക്ക് നല്ലൊരു ടൈം തരും. ആ ടൈമിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. പൊതുവെ ശനിയാഴ്ചകളിലാണ് ഇദ്ദേഹം ആളുകളെ സ്വീകരിക്കാറ്. അപ്പോൾ ശരി, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ